എതിരാളിയെ കണ്ട് ഭയന്നോടുന്ന ശീലം കോൺഗ്രസ് വീണ്ടും പതിവാക്കിയിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. അതായത് ഗുജറാത്തിൽ BJP തീക്കാറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, BJPയെ തൊടാനാവാത്ത അല്ലെങ്കിൽ BJP ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് എന്ന് തന്നെ പറയാം. അതായത് നരേന്ദ്രമോദി അവിടെ പാകി വെച്ചിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. ആ അടിത്തറയെ നശിപ്പിക്കാൻ ഇതുവരെ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഏതെങ്കിലും കക്ഷികൾക്കോ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ മുള്ളുമുരിക്ക് മൂർഖൻ പാമ്പുകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്കെതിരായിക്കൊണ്ട് വളരെ സ്ട്രോങ് ആയ ഒരു ഫൈറ്റ് പലതവണ അവിടെ കാഴ്ചവെച്ചു. AAP സപ്പോർട്ട് കൊടുത്തു, കോൺഗ്രസിനൊപ്പം AAP, CPM പറയുന്ന പോലെ CPI ഒന്നും അവിടെ ഇല്ലെങ്കിൽ പോലും അവരൊക്കെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വലിയ ഇലക്ഷനെ ഒരുമിച്ച് നിന്ന് ഗുജറാത്തിൽ നേരിട്ടിട്ട് പോലും ഗുജറാത്തിൽ BJPയെ വീഴ്ത്താനോ അല്ലെങ്കിൽ അടിപതർപ്പിക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു വൻ വൃക്ഷം അവിടെ തകർന്നു വീണിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു വരിക, ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ ചില വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതായത് ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിലെ ഭൂരിഭാഗം സീറ്റുകളിലും BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളവരാണ്. കാരണം അവിടെ നമ്മൾ വിചാരിക്കും ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ എന്താ മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകരില്ലേ, മറ്റാളുകളില്ലേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഗുജറാത്തിലെ കോൺഗ്രസ് വലിയ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലാണ് ഗുജറാത്തിലെ കാര്യം എന്ന് പറയുന്നത്.